നമസ്കാരം. സൺലൈറ്റ് ഡിജിറ്റൽ ഫ്രാഞ്ചൈസി എന്ന ബിസിനസ് ആശയം പരിചയപ്പെടുത്തുന്നതിനാണ് ഈ വീഡിയോ. ഇതിൻ്റെ പേരിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഒരു ഡിജിറ്റൽ ഫ്രാഞ്ചൈസിയാണ് ഈ കമ്പനി ഓഫർ ചെയ്യുന്നത്. ഇന്ത്യയിലുടനീളം ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. ഈ ബിസിനസ്സിന് ആവശ്യമായ എല്ലാവിധ ലീഗൽ സർട്ടിഫിക്കറ്റുകളും കരസ്ഥമാക്കിയിട്ടുള്ള ഈ കമ്പനി തമിഴ്നാട് വെല്ലൂർ ആസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ്സ് ഇത് ചെയ്യുന്നതിനുള്ള ഫ്രാഞ്ചൈസിയാണ് ഈ പ്രൊജക്റ്റ് ഓഫർ ചെയ്യുന്നത്. അതായത് മൊബൈൽ, DTH, EB, ഫാസ്ടാഗ് എന്നിങ്ങനെയുള്ള സർവീസ് ചെയ്യുന്നതിനുള്ള ഫ്രാഞ്ചൈസി. സാധാരണ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഉപയോഗിച്ച് റീചാർജ് ചെയ്താൽ നമ്മൾ അവർക്കൊരു പ്ലാറ്റ്ഫോം ഫീസ് നൽകേണ്ടതാണ്. എന്നാൽ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങൾ റീചാർജോ ബിൽ പേയ്മെൻറ്റ്സോ ചെയ്യുകയാണെങ്കിൽ റീചാർജ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 1% നിങ്ങൾക്ക് കമ്മീഷനായി ലഭിക്കുന്നതാണ്. മാത്രമല്ല, ഈ ഒരു പ്ലാറ്റ്ഫോം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വളരെ മികച്ച രീതിയിൽ ഒരു ഇൻകവും ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്താൽ ഈ സിസ്റ്റത്തിലൂടെ 8 രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഈ സിസ്റ്റം 2 തരം പാക്കേജുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ബേസിക് പാക്കേജും പ്രീമിയം പാക്കേജും. ഇത് രണ്ടും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇതെന്താണെന്ന് നോക്കാം. ബേസിക് പാക്കേജ് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് 750 രൂപ ആവശ്യമാണ്. ഇങ്ങനെ ബേസിക് പാക്കേജ് ആക്ടിവേറ്റ് ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് 350 രൂപ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ റീചാർജ് വാലറ്റിൽ ഉടൻ തന്നെ ക്രെഡിറ്റ് ആകും. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തം മൊബൈലോ DTHോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും റീചാർജ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. അതായത് ഇവിടെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വെറും 400 രൂപ മാത്രമാണ്. ഇനി പ്രീമിയം പാക്കേജ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് 1999 രൂപ ആവശ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് 4200 രൂപ റീചാർജ് ക്യാഷ് ബാക്ക് ലഭിക്കും. ഇതിൽ 700 രൂപ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ റീചാർജ് വാലറ്റിൽ ക്രെഡിറ്റ് ആകും. ബാക്കിയുള്ള എമൗണ്ടിന് ഒരു ചെറിയ ക്രൈറ്റീരിയ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് നോക്കാം. നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം ഒരാളെ ഈ സിസ്റ്റത്തിലേക്ക് പരിചയപ്പെടുത്തിയാൽ 4 മാസം വരെ റീചാർജ് ചെയ്യാം. രണ്ടാമത് ഒരാളെ പരിചയപ്പെടുത്തിയാൽ 7 മാസം വരെ റീചാർജ് ചെയ്യാം. മൂന്നാമത് ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ 10 മാസം വരെയും 4ാമത് ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ 12 മാസം വരെ റീചാർജ് ചെയ്യാവുന്നതാണ്. അതായത് 350 × 12 4200 രൂപ. ഇങ്ങനെയാണ് ഈ 4200 രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ഈ പ്രീമിയം പാക്കേജിൽ ഇനിയൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ഈ പാക്കേജിൽ നിങ്ങൾക്ക് റെഫറൽ കമ്മീഷൻ അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ റീചാർജ് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് 350 രൂപ റെഫറൽ കമ്മീഷനും ലഭിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ റെഫർ ചെയ്യുന്ന ആദ്യത്തെ 4 പേർക്ക് 350 രൂപ എന്ന നിരക്കിൽ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ 5ാമത്തെ ആൾ മുതൽ നിങ്ങൾ റെഫർ ചെയ്യുന്ന ഓരോരുത്തർക്കും 900 രൂപ എന്ന നിരക്കിൽ ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ഡയറക്റ്റ് റെഫറലിനും 900 രൂപ വീതം ലഭിക്കുന്നതാണ്. ഇവിടെ ഡയറക്റ്റ് റെഫറൽ അൺലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും റെഫർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ വരുമാനവും അൺലിമിറ്റഡ് ആണ്. മാത്രമല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബേസിക് പാക്കേജ് ടോപ്പ് ചെയ്തുകൊണ്ട് പ്രീമിയം പാക്കേജിലേക്ക് മാറാവുന്നതാണ്. ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്താൽ പ്രീമിയം പാക്കേജിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും ലഭിക്കുന്നതാണ്. ഈ റെഫറൽ ഇൻകമാണ് ബേസിക് പാക്കേജും പ്രീമിയം പാക്കേജും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, ഇനി ബാക്കിയുള്ള ടൈപ്സ് ഓഫ് ഇൻകം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ക്യാഷ് ബാക്ക്. ബേസിക് പാക്കേജിന് 350 രൂപ, പ്രീമിയം പാക്കേജിന് 4200 രൂപ. ഇതെങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഡയറക്റ്റ് റെഫറൽ കമ്മീഷൻ. ഇത് പ്രീമിയം പാക്കേജ് എടുത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ 4 റെഫറലിന് 350 രൂപ, പിന്നീട് വരുന്ന ഓരോ റെഫറലിനും 900 രൂപ. മൂന്നാമത്തേത് റീചാർജ് കമ്മീഷൻ. ഇത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. 1% ഫോർ എവരി റീചാർജ്. നെക്സ്റ്റ്, ബൈനറി ഇൻകം. നിങ്ങളും നിങ്ങളുടെ ടീമും വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഡൗൺ ലൈനിൽ ലെഫ്റ്റ് റൈറ്റ് എന്ന രീതിയിൽ പെയർ മാച്ച് ചെയ്ത് ലഭിക്കുന്ന ഇൻകമാണ് ബൈനറി ഇൻകം.
ഇതെങ്ങനെയാണ് എന്ന് നോക്കാം. നിങ്ങൾ റെഫർ ചെയ്യുന്ന വ്യക്തികളെ ലെഫ്റ്റ് റൈറ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും ഒരു ജോഡി മാച്ചാകുമ്പോൾ നിങ്ങൾക്ക് 200 രൂപ ബൈനറി ഇൻകം ലഭിക്കുന്നതാണ്. ഇത് നിങ്ങൾ ഡയറക്റ്റ് റെഫർ ചെയ്തതുമാവാം, നിങ്ങളുടെ അപ്ലൈൻ മൂലം വന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗൺ ലൈനിൽ വർക്ക് നടക്കുന്നതിൻ്റെ ഫലമായി വന്നതുമാവാം. എങ്ങനെയായാലും പെയർ മാച്ചായ നിങ്ങൾക്ക് ഈ ഇൻകം ലഭിക്കുന്നതാണ്. എന്നാൽ ഈ ബൈനറി വരുമാനത്തിന് നിങ്ങൾ എലിജിബിൾ ആകണമെങ്കിൽ 2 പേരെ മിനിമം ഈ സിസ്റ്റത്തിലേക്ക് റെഫർ ചെയ്തിരിക്കണം. ഇത് കമ്പൽസറിയാണ്. സോ ഒരു ജോഡിക്ക് 200 രൂപ ഈ സിസ്റ്റത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു ദിവസം ഈ സിസ്റ്റത്തിൽ 4 കട്ട് ഓഫ് ഉണ്ട്. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും, ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 6 വരെയും, വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയും, വീണ്ടും രാത്രി 12 മുതൽ രാവിലെ 6 വരെയും. ഈ രീതിയിൽ ഒരു ദിവസം 4 കട്ട് ഓഫ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു കട്ട് ഓഫിൽ 3 ജോഡി ഇൻകം മാത്രമേ പരിഗണിക്കുകയുള്ളൂ. കാരണം നിങ്ങളൊരു വലിയ ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഡൗൺ ലൈനിൽ ഒരുപാട് പെയർ മാച്ചുകൾ നടക്കുന്നതാണ്. സോ എല്ലാ പെയർ മാച്ചിനും ഇൻകം കൊടുക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഒരു കട്ട് ഓഫിന് 3 ജോഡി എന്ന രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു കട്ട് ഓഫിന് 3 ജോഡി, അതായത് 200 × 3 600 രൂപ. ഒരു കട്ട് ഓഫിന് 600 രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു ദിവസം 4 കട്ട് ഓഫ് ഉണ്ട്. സോ 600 × 4 2400 രൂപ. ഒരു ദിവസം 2400 രൂപ നിങ്ങൾക്ക് വരുമാനം നേടാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ബൈനറി ഇൻകം ലഭിക്കുന്നത്. ഈ ഒരു സെക്ഷൻ മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തത് ആട്ടോ ബൈനറി ഇൻകം. ഇതിൻ്റെ പേര് പോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ബൈനറി ഇൻകമാണ് ആട്ടോ ബൈനറി ഇൻകം. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് 3 സ്റ്റേജുകൾ അല്ലെങ്കിൽ 3 ലെവലുകളുണ്ട്. നേരത്തെ പറഞ്ഞ 200 രൂപ ബൈനറി ഇൻകം ലഭിക്കുന്ന ഈ ആദ്യത്തെ സ്റ്റേജിനെ റെഗുലർ സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ റെഗുലർ സ്റ്റേജിലെ ആദ്യത്തെ 3 ജോഡി ഇൻകം നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതിനു ശേഷം ഈ 4ാമത്തെ ഇൻകമായ 200 രൂപ ഈ സിസ്റ്റം ഹോൾഡ് ചെയ്യും. പിന്നീട് 5ാമത്തെ ഇൻകം നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. വീണ്ടും 6ാമത്തെ ഇൻകം ഈ സിസ്റ്റം ഹോൾഡ് ചെയ്യും. എന്നിട്ട് 7ാമത്തെ ഇൻകം റിലീസ് ചെയ്യും. ഇതുപോലെ 8ാമത്തെയും 10ാമത്തെയും 12ാമത്തെയും ഇൻകം ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഈ 1000 രൂപ ഉപയോഗിച്ച് ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക്, അതായത് മാനേജർ ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ മാനുവലായി ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾ മാനേജർ ലെവലിലേക്ക് അപ്ഗ്രേഡ് ആകുന്നതാണ്. അതായത് ഈ റെഗുലർ സ്റ്റേജിൽ വരുമാനം വരുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാനേജർ ലെവലിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ആകുന്നതാണ്. സോ ഇതുപോലെ നിങ്ങളുടെ ഡൗൺ ലൈനിൽ വരുന്ന ഓരോരുത്തരെയും ഈ സിസ്റ്റം പ്രൊമോട്ട് ചെയ്ത് മാനേജർ ലെവലിലും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഡൗൺ ലൈനിൽ പ്ലേസ് ചെയ്യും. സോ ഇവിടെയും നിങ്ങൾക്ക് ബൈനറി ഇൻകം സ്റ്റാർട്ടാകും. ആദ്യത്തെ സ്റ്റേജിൽ ഒരു ജോഡിക്ക് 200 രൂപ ആയിരുന്നുവെങ്കിൽ ഈ മാനേജർ ലെവലിൽ നിങ്ങൾക്ക് ഒരു ജോഡിക്ക് 300 രൂപ ലഭിക്കും. ഇവിടെയും 4 കട്ട് ഓഫ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു കട്ട് ഓഫിൽ 3 ജോഡി, അതായത് 300 × 3 900 രൂപ. ഒരു കട്ട് ഓഫിന് 900 രൂപ. ഒരു ദിവസം 4 കട്ട് ഓഫ് ഉണ്ട്. സോ 900 × 4 3600 രൂപ. ഈ മാനേജർ ലെവലിൽ നിങ്ങൾക്ക് ഒരു ദിവസം 3600 രൂപ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ജനറൽ മാനേജർ. സെയിം പ്രൊസീജിയർ. മാനേജർ ലെവലിൽ നിന്ന് 4, 6, 8, 10, 12 ബൈനറി ഇൻകം ഈ സിസ്റ്റം ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് ഈ എമൗണ്ട് ഉപയോഗിച്ച് നിങ്ങളെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറൽ മാനേജർ ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു. ഈ ജനറൽ മാനേജർ ലെവലിൽ നിങ്ങൾക്ക് ഒരു ജോഡിക്ക് 450 രൂപ ലഭിക്കും. ഒരു കട്ട് ഓഫിന് 3 ജോഡി. സോ 450 × 3 1350 രൂപ. ഒരു ദിവസം 4 കട്ട് ഓഫ്. സോ 1350 × 4
5400 രൂപ. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരു ദിവസം 5400 രൂപ കിട്ടുന്നതാണ്. നെക്സ്റ്റ് ഡയറക്ടർ. ഇവിടെയും സെയിം പ്രൊസീജിയറാണ്. ജനറൽ മാനേജർ ലെവലിൽ നിന്നും 4, 6, 8, 10, 12 ബൈനറി ഇൻകം ഹോൾഡ് ചെയ്തുകൊണ്ട് ഡയറക്ടർ ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു. ഈ ഡയറക്ടർ ലെവലിൽ ഒരു ജോഡിക്ക് 675 രൂപ കിട്ടുന്നതാണ്. സോ 675 ഇൻറ്റു 3 2025. ഒരു ദിവസം 4 കട്ട് ഓഫ്. സോ 2025 ഇൻറ്റു 4 8100 രൂപ. ഈ ഡയറക്ടർ ലെവലിൽ നിന്നും നിങ്ങൾക്ക് ഒരു ദിവസം 8100 രൂപ ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഗ്രേഡ് നടക്കുന്നത് മൂലം നിങ്ങളുടെ ഈ 4 സ്റ്റേജും ആക്ടിവേറ്റ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 4 സ്റ്റേജും ചേർത്ത്, അതായത് റെഗുലർ സ്റ്റേജിലെ 2400, മാനേജർ സ്റ്റേജിലെ 3600, ജനറൽ മാനേജർ സ്റ്റേജിലെ 5400, ഡയറക്ടർ സ്റ്റേജിലെ 8100, ഇതെല്ലാം ചേർത്ത് ഒരു ദിവസം 19500 രൂപ ലഭിക്കുന്നതാണ്. ഒരു മാസം 5,85,000 രൂപ. ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ. സോ നെക്സ്റ്റ്, ഡയറക്റ്റ് സ്പോൺസർ റോയൽറ്റി. ഇതെന്താണെന്ന് നോക്കാം. ഇത് ഒരു സിംഗിൾ ലൈൻ ഇൻകമാണ്. അതായത് ഈ സിസ്റ്റത്തിൽ വരുന്ന എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ റെഫർ ചെയ്ത 2 പേരിൽ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ ഒരാൾ വർക്ക് ചെയ്യുന്നില്ല. സോ എൻ്റെ ഡൗൺ ലൈനിൽ പെയർ മാച്ചിങ് സംഭവിക്കാത്തത് കൊണ്ട് എനിക്ക് ബൈനറി ഇൻകം ലഭിക്കുന്നതല്ല. എന്നാൽ ഈ സിസ്റ്റത്തിൽ ഇങ്ങനെയുള്ളവർക്കും വരുമാനം ലഭിക്കുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ വർക്ക് നടക്കുന്ന ലെഗിൽ നിന്നും ഓരോ പെയർ മാച്ച് ഇൻകത്തിൽ നിന്നും 3 ലെവലിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ വർക്കിംഗ് സൈഡിലെ ഫസ്റ്റ് ലെവലിൽ നിന്ന് 5%, സെക്കൻഡ് ലെവലിൽ നിന്ന് 3%, തേർഡ് ലെവലിൽ നിന്ന് 2%. ഈ രീതിയിൽ ഈ സിസ്റ്റത്തിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതാണ്. അതായത് സിംഗിൾ ലൈനിൽ വർക്ക് നടന്നാലും ഇവിടെ വരുമാനം ഉണ്ട്. ഫൈനലി 7 ലെവൽ ഇൻകം. ഇതെന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ ഡയറക്റ്റ് റെഫറൽ മൂലം നിങ്ങളുടെ ഡൗൺ ലൈനിൽ വരുന്ന ഓരോ ID ആക്ടിവേറ്റ് ആകുമ്പോഴും അതിൽ നിന്നും 2 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ഓരോ ID ആക്ടിവേറ്റ് ആകുമ്പോഴും 2 രൂപ എന്ന നിരക്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. 7 ലെവൽ വരെ നിങ്ങൾക്കിത് ലഭിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 10 പേരെ ഡയറക്റ്റ് റെഫർ ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ഒരു വരുമാനത്തിൻ്റെ സാധ്യത മനസ്സിലാക്കി നിങ്ങളുടെ ഡൗൺ ലൈനിൽ വരുന്ന 10 പേരും ഒരു 10 പേരെ റെഫർ ചെയ്താൽ സെക്കൻഡ് ലെവലിൽ നിങ്ങൾക്ക് താഴെ 100 പേര് വരുന്നതാണ്. ഈ 100 പേരും വീണ്ടും 10 പേര് റെഫർ ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ ലെവലിൽ നിങ്ങളുടെ ഡൗൺ ലൈനിൽ 1000 പേർ വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചറൽ വർക്ക് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ 7 ലെവൽ കംപ്ലീറ്റ് ആകുമ്പോൾ ഓരോ IDയും ആക്ടിവേറ്റ് ആകുമ്പോൾ ലഭിക്കുന്ന ഈ 2 രൂപ മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 2,22,22,220 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് സൺലൈറ്റ് ഡിജിറ്റൽ ഫ്രാഞ്ചൈസി. So welcome to the powerful system. Thank you.